കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എൻ്റെ പൂന്തോട്ടത്തിലുണ്ടാകുന്ന എൻ്റെ പൂന്തോട്ടത്തെ പൂക്കൾ കണ്ടിട്ട് എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നിങ്ങൾ നടുന്നത്, എങ്ങനെയാണ് വളം ചെയ്യുന്നതൊക്കെ ചോദിക്കാറില്ലേ. അപ്പോൾ നമ്മൾ പൂന്തോട്ടം പിടിപ്പിക്കുമ്പോൾ ഓരോ പൂവിനും ഓരോ ചെടിക്കും ഓരോ സ്വഭാവമാണല്ലോ. നമ്മൾ ആ തെറ്റ് ചെയ്യാതെ നിന്നാൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ ചെടികളെ, പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്, എങ്ങനെ പിടിപ്പിക്കുന്നത് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ പൂക്കൾ ഉണ്ടാവും. എന്നോട് എല്ലാവരും പറയുക, ഞങ്ങൾക്ക് മഴക്കാലത്ത് പൂക്കളേ ഉണ്ടാവുന്നില്ല. എൻ്റെ നോക്കി, എൻ്റെ സൂപ്പറായിട്ട് എന്താന്ന് നോക്കി, ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് പൂക്കുന്നുണ്ട്. ഇത് നോക്കി, എല്ലാം നോക്കുന്നു. ജമന്തി പൂക്കുന്നുണ്ട്, ഇത് പൂക്കുന്നുണ്ട്. ഇനി ഞാൻ ഓരോ ചെടിയിലും ഞാൻ നടുമ്പോൾ ഞാൻ എന്തൊക്കെ പ്രത്യേകതയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, പൂക്കളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ നോക്കണം കേട്ടോ. ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ മറന്നു പോയെങ്കിലൊന്ന് ലൈക്ക് ഇട്ടിട്ടൊന്ന് കാണണം കേട്ടോ. എന്നാൽ ഇതിൻ്റെ പരിചരണം, ഇതെങ്ങനെ പുതിയത് നടുന്നതൊക്കെ ഞാനിപ്പം കാണിക്കാം കേട്ടോ. ആദ്യം നമുക്ക് മെലസ്റ്റോമയിൽ നിന്ന് തുടങ്ങാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതങ്ങോട്ട് വീഡിയോ ഇട്ടാൽ ഇതിൻ്റെ അടിയിൽ 1000 കണക്കിന് കമൻറ്റാണ്. ഇതെങ്ങനെ പിടിപ്പിക്കുന്നത്, ഇതിൻ്റെ തൈ തരുമോ എന്ന് ചോദിച്ചിട്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ രാവിലെ വന്ന് നോക്കി നിൽക്കും. ഇത് പൂക്കളൊരു ഭംഗി തന്നെയല്ലേ, വീടിനൊരു അലങ്കാര, ഒരഴക. ഫസ്റ്റിലിതാ ഞാൻ കാണിക്കുന്നതിൻ്റെ മെലസ്റ്റോമ പൂക്കൾ നോക്കി. ഇത് ഒരു ചെടി ഉണ്ടെങ്കിൽ പൂന്തോട്ടം അഴകെന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. ഞാൻ നിങ്ങൾ താത്തി പിടിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ വേണ്ടി. ഇത് വാഹനം പോകുന്ന സ്ഥലമായിട്ട് അടിഭാഗം വെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെട്ടിയതാണ്. ഇപ്പോൾ ഈ മെലസ്റ്റോമ ഞാൻ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളും അതുപോലെ ചെയ്താൽ മതി, എന്നാൽ തെറ്റ് ചെയ്യാണ്ടെന്നാൽ മതി. ചെയ്യും എങ്ങനെയൊക്കെയാണെന്നുള്ളത് 1 by 1 ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഇതിൻ്റെ പൂവ് ഇത് പല കളറിലും ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കളറാണ്. എൻ്റെ ഉള്ളത് കൊണ്ട് പറഞ്ഞതല്ല, എനിക്ക് ഈ കളറാണ് ഇഷ്ടം. ഇത് നഴ്സറിയിൽ നിന്ന് ഇതിൻ്റെ 500 രൂപ തുടങ്ങുന്നത് തന്നെ. എന്നാൽ നമുക്ക് തുടങ്ങാം. ഇതിനെക്കുറിച്ചായിക്കോട്ടെ ആദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ എവിടുന്നെങ്കിലും അന്വേഷിച്ചിട്ട് മെലസ്റ്റോമിൽ തളിര് എടുത്തു കൊണ്ടുവന്നാൽ ഈ തളിര് കണ്ടില്ല, തളിര് ഈ തളിരാണ് വേണ്ടത്. ഒരു മരത്തുമ്മൽ എത്ര തളിരുണ്ടാവും, കുറച്ച് ഇത്ര വേണ്ടു. ഇത് ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തന്നല്ലോ. ഈ ഒരു തളിരിൻ്റെ അടിഭാഗത്തെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഒന്നും സാധാ മണ്ണ്, പൊട്ടി മിക്സ് ഒന്നും ഇപ്പോൾ വേണ്ടേ, വേറെ ബുദ്ധിമുട്ടാക്കാനേ പറ്റൂല. നമ്മൾ ചെയ്യുന്ന തെറ്റാ, കമ്പ് കൊണ്ടുപോയിട്ട് അങ്ങ് നടുക. എന്നാൽ അത് ഉണ്ടാവൂരാണ്. മഴക്കാലമാണ് വരുന്നത്. ഈ തളിര് എവിടെ നിന്ന് അങ്ങ് കിട്ടുന്ന വെച്ചാൽ അങ്ങ് വാങ്ങുക. ആ ചെടികൾ കണ്ടില്ല, അത് കുറ്റിച്ചെടിയും ആക്കുക, ഭയങ്കരമായ മരമാക്കുക, പല ഷേപ്പിലും ആക്കുക. ഭയങ്കര ഭംഗി അതിൻ്റെ പൂക്കളിന്. അപ്പോൾ എത്ര ആളാണ് എന്നോട് വിടുന്ന് പിന്നെ തളിരും കൊണ്ടുപോകണം, പിന്നെ തൈ കൊണ്ടുപോകുന്നൊക്കെ. ഇങ്ങനെ അങ്ങ് നട്ടിട്ട് നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഉണ്ടായത് കേട്ടോ. ഇതൊക്കെ ഓരോന്ന് ഞാൻ നട്ട് കൊടുക്കല, അവിടെ വരുന്നവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പ് നട്ടതാണ്, 1 മാസം മുമ്പ് നട്ടതാണ്. ഞാൻ ഇതിൻ്റെ നോക്കട്ടെ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇത് മേലെ വേര് പോയി പോവും. കണ്ടോ, ഈ ഒരു ചെടി നോക്ക്, ഈ തളിരാണ് ഞാൻ വെച്ചത്. നോക്ക് ഉണ്ടായത് കാണുന്നില്ലേ? അത് കാണിക്കാൻ വന്നതാ. ഇത്രക്കും വേര് ഈ ഒരു തളിർന്ന് വരും. ഇനി ഞാൻ ഇതിപ്പോൾ 1 മാസം മുമ്പല്ലേ, ഞാനിനി കഴിഞ്ഞ ആഴ്ച പിടിപ്പിച്ചുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇത് ഞാൻ അവിടെ തന്നെ കുത്തി വെക്കട്ടെ, ആർക്കെങ്കിലും കോളുകാരുണ്ടാവും. ഇത് ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഇന്ന് വെച്ചത് അതിട്ടോ. ഇതൊക്കെ ഇപ്പം നിങ്ങളെ മുമ്പ് വെച്ച് ഞാൻ ഇതൊന്ന് നോക്കട്ടെ. തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വേര് വന്ന് കണ്ടോ, വേര് നോക്ക്, അവിടെ വേര് വന്നു. ഇത്ര ഉള്ളു തളിരാ നട്ട്. ഇവിടെ അടുത്തതില്ലേ നമ്മളെ പൂന്തോട്ടത്തിനെ കളർഫുള്ളാക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന ബാൾസ. ഈ ബാൾസം ചെടി എങ്ങനെയാണ് നടുന്നതെന്നുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാം നമ്മൾ അതേ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും.
അപ്പോൾ ഞാനിങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കി ഞങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം എങ്ങനെ നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുക കേട്ടോ. എന്താ ഈ ചെടിയില്ലേ, ഈ ചെടി നോക്ക്, ഈ പൂവൊന്നും കാണുന്നില്ല. ഇന്ന് രാവിലെ കണ്ടതാ, ഇതാ അതൊന്നും കാണുന്നില്ല. ദബടെ കണ്ടോ? അപ്പം എനിക്ക് തോന്നി ഇതിനെന്തോ ഒരു അപകടം മണത്ത്. ഇതാ ഈ ചെടീൻ്റെതും പോയി. അന്നേരം ഞാനൊരു പരിശോധന നടത്തിയപ്പോൾ കാണിച്ചു തരണോ? ഇതാണ് സംഭവം. ഇതാണ് സംഭവം. കാണുന്നുണ്ടോ പുഴു? ഞാൻ പുഴുവിനെ അങ്ങോട്ട് വെട്ടിയെടുക്കട്ടെ. പുഴുവല്ല വെട്ടുന്നത്, ആ കമ്പങ്ങ് വെട്ടിയെടുക്കട്ടെ. ഓ, അതിലേക്ക് വീണുപോയി അത്. ഇതാണ് സംഭവം. കണ്ടോ? ഇതാണ് ആ സംഭവം. അങ്ങനത്തെ ഒരു പുഴു മതി നമുക്ക്, അങ്ങനത്തെ ഒരു പുഴു മതി ഈ കാണപ്പെട്ട ചെടിയെല്ലാം നേരം വെളുക്കുവാൻ തിന്നങ്ങ് തീർക്കാൻ. അപ്പോൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. വളം മാത്രം കൊടുത്താൽ പോരാ, വെള്ളം കൊടുത്താൽ പോരാ. ഇവരെ ആക്രമിക്കുന്ന ജീവികളെ കണ്ടുപിടിക്കണം. അങ്ങനെ ഇന്നലെ ഒന്ന് കിട്ടി, ഇന്നൊന്ന് കിട്ടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോയെന്നുള്ളത്. ഞാൻ നടുന്ന രീതി എങ്ങനെയാണെന്നറിയോ? ഒരു കമ്പ് ഇങ്ങ് പൊട്ടിച്ചെടുക്കും. പൂവില്ലാത്തൊരു കമ്പായാലും കുഴപ്പമൊന്നുമില്ല. ഈ കമ്പ് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. ഈ ഇല വരുന്ന ഭാഗമല്ലേ ഇത് മണ്ണിൻ്റെ അടിയിലായിരിക്കണം. ഇവിടെ നിന്നാണ് വേര് വരിക. അപ്പോൾ നമുക്ക് ഒരു ചെടിയിൽ തന്നെ 3-4 കളർ ഇങ്ങനെ നല്ല ഭംഗിയിൽ വന്നാൽ നല്ല അടിപൊളിയായിരിക്കുമല്ലോ. ഒന്ന് ഈ കളറായിക്കോട്ടെ, അതാ കളറ്, ഒന്ന് ഈ കളറ്. ഇതാണ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നത്. ഞാൻ ചെയ്യുന്ന വിദ്യ പറഞ്ഞ് 2 കളറായില്ലേ, ഇനി വേറൊരു കളറ്, ഇനി ഇതിൻ്റെത്. ഇവിടെ 2 ഉണ്ട്. ഇനി ഞാനിത് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു തരാം. ഒന്ന് കളറിൽ എടുത്തല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയോ? മണലിലാണ് ഏറ്റവും ബെസ്റ്റ്. വെള്ളത്തിൽ കുത്തിച്ചാലും വേര് വരും പറഞ്ഞിട്ട് കറിയാലും ഫുൾ വരും എന്നുള്ളതെന്നില്ല. പക്ഷെ മണലിൽ എനിക്ക് ഇതുവരെ പരാജയപ്പെട്ടില്ല കേട്ടോ. ഇങ്ങനെ കുത്തി വെക്കുക. ഈ ഭാഗം മണലിൻ്റെ അടിയിൽ പോണേ, അല്ലെങ്കിൽ വേര് വരും. അവിടെയാണ് വേര് വരുന്നത്. ഇങ്ങനെ കുത്തി വെച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ നിറയെ വേര് വന്നിട്ടുണ്ടാവും. അങ്ങനെ വേര് വന്നത് ഞാൻ ഇന്നലെ നട്ടതാണ്. ഇത് പലതരം കളറിൽ. ഇതങ്ങനെ കുത്തി വെച്ചത്. അതിൻ്റെ വേര് നോക്കട്ടെ എങ്ങനെയാണ് എന്നുള്ളത്. ഇതിപ്പോൾ അടുത്ത് കുത്തി വെച്ചതാ. അടീന്ന് എടുക്കുക. മാഷാ അല്ലാ, വേര് വരുന്നു കേട്ടോ. വേര് വരുന്നു. ഇതിപ്പോൾ 3-4 ദിവസമായിട്ടേ ഉള്ളൂ. കുത്തി വെച്ചിട്ട് ഇതാണ്. ഇപ്പോൾ ഇത് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. കുഞ്ഞു വേരല്ലേ വന്ന്. ഇത് ഞാൻ വേര് വന്നിട്ട് ഞാൻ മണ്ണിൽ നിന്ന് മാറ്റി പോട്ടി മിക്സൊക്കെ നിറച്ച് നട്ടതാട്ടോ. ആ നട്ടിട്ട് ഞാൻ ഇന്നലെയാണ് നട്ടത്. ഇതിൽ നിന്ന് മാറ്റിയിട്ടതാ. വേരൊന്ന് കണ്ടോ? ഈ കുഞ്ഞു തൈക്കായി വേര്. അങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ പൂന്തോട്ടം പൂക്കൾ കൊണ്ട് നിറയും. വേറെ ഒന്നും നമ്മൾ ചെയ്യണം. ഇതിന് വെയിൽ പറ്റൂല. ഇത് നല്ല വെളിച്ചം വേണം. വെയിൽ ഒരു 10% അപ്പോൾ എൻ്റെ ബാൾസത്തിൻ്റെ രഹസ്യം മനസ്സിലായല്ലോ. എന്നോട് എല്ലാവരും ചോദിക്കും മഴക്കാലത്ത് ഓൽക്ക് ആർക്കും പൂണ്ടാകുന്നില്ല. ഇതിപ്പോൾ ഒരു പോട്ടിലേക്കുള്ള കുറച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു. വേരിങ്ങ് വരുന്നേ ഉള്ളൂ. ഇത് വേര് വന്ന് ഞാൻ നല്ല പോട്ടിൽ നട്ടു. ഇനി എൻ്റെ ഡെയ്സി. അടുത്തത് എൻ്റെ ഡെയ്സി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നോക്കി ഈ ഡെയ്സിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി. എത്ര കണ്ടാലും മതിയാവില്ല. പലതരം ഡെയ്സി ഉണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചതാ. വെള്ള ഡെയ്സി ഉണ്ട്, പിങ്ക് ഉണ്ട്, വയലറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിലേതാ രസം? നമുക്കിപ്പോൾ ഒരു ചെടി കണ്ട് അത് ആസ്വദിച്ച് അങ്ങ് നിന്നാൽ അതങ്ങ് തീർന്നു പോവും. നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം? അപ്പോൾ ഇതിനൊക്കെ നമ്മൾക്ക് വേറെ നട്ട് പിടിപ്പിച്ചോളണം. എന്നാലേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് മുറ്റം നിറയെ പിടിപ്പിച്ചൂടെ? ഇതിന് പിന്നെ കുറച്ചൊക്കെ വെയിൽ കൊള്ളാം, വേഗം ഉണ്ടായും ചെയ്യും. ഞാൻ ചെയ്യുന്ന മാർഗം എന്താ അറിയോ? ഇങ്ങനെയുള്ള ഒരു ഡെയ്സി ചെടീൻ്റെ ചെറിയൊരു കമ്പ് ഇങ്ങോട്ട് എടുക്കുക. അതിലൊക്കെ കമ്പുണ്ടായിന്. കമ്പിലേക്ക് വെട്ടാൻ എന്തൊരു സങ്കടം അറിയോ? ഈ കമ്പ് മുളച്ച് വരുന്ന കമ്പ് കണ്ടോ? ഇതിങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മണലിൽ കുത്തി വെക്കുക. അതവിടെ നിന്നുണ്ടാവും. പിന്നെ നമുക്ക് അടീന്ന് എടുക്കാം. അടീന്നൊന്ന് വെട്ടി ഇങ്ങോട്ട് എടുക്കുക.
ഇത് വെള്ളൻ്റെതാ കണ്ടോ. ഇത് നല്ലോണം വേരൊക്കെ ഒന്ന് യോജിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മണ്ണിൽ കുത്തുന്നത്. ഇതിന് വേരുണ്ട്, നല്ല ഉഷാറായിക്കോട്ടെ എന്ന്. പിന്നെ നമുക്ക് ഇതും ഇതിൻ്റെ അടിയിൽ നിന്ന് ഈ അടിയിൽ നിന്ന് ഞാൻ വലിച്ചൂരി എടുത്തതാ. ഇങ്ങനെ നമുക്ക് പിടിപ്പിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആയാലും നമ്മൾ കമ്പ് പൊട്ടിച്ച് നട്ടാലാണ് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുക. കണ്ടോ, ഞാൻ കമ്പ് പൊട്ടിച്ചിട്ട് നട്ടിട്ടേ ഉള്ളൂ, ഒരാഴ്ച ആയില്ല, അതിന് വേര് വന്ന് പൂക്കൾ 2 പൂക്കൾ ഉണ്ടായിട്ടോ. അതുപോലെ നട്ട് നോക്കിയത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പിടിപ്പിക്കാം. അതൊക്കെ ചെയ്തോട്ടെ. നമ്മൾ ചെയ്യുന്ന തെറ്റ് എന്താണെന്നറിയോ, നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അതിന് വെയിൽ കൊള്ളിക്കും. വെയിൽ ഇതിന് കൊള്ളിക്കാനേ പറ്റൂല. വേര് വന്ന് കുറേ തളിര് വന്നിട്ട് മാത്രമേ വെയിൽ കൊള്ളിക്കാവൂ. അതും നല്ല വെയിലോ കുറേ കാലത്തൊന്നും കൊള്ളിക്കണ്ട. എന്ത് രസമല്ലേ ഇത് കാണാൻ. എല്ലാവരും എന്നോട് ചോദിക്കും, നിങ്ങൾ വിൽപ്പനക്കുണ്ടോ എന്ന്. കുറേ തയ്യാക്കി വിറ്റൂടെ. എനിക്ക് അതിനൊന്നും കഴിയൂരട്ടോ. എനിക്കിങ്ങനെ ആസ്വദിക്കാനേ കഴിയുള്ളൂ. ഞാൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഡെയ്സിയിൽ ഏതാ അറിയോ, ഇത് ഞാൻ നോക്കിയിട്ട് എല്ലാവരും ചോദിക്കും പ്ലാസ്റ്റിക് ആണോ എന്ന്, അങ്ങനെയും ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ നടുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റ് ചെയ്യാണ്ട് നിന്നാൽ മതി. ഞാൻ പറയും പോലെ ചെയ്താൽ മതി, എന്നാലേ നന്നായിട്ടുണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. ഇതെൻ്റെ 10 മണി കേട്ടോ. 10 മണി പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പൂവിട്ട് ഇങ്ങനെ പരന്നിനി. അപ്പോൾ ഇത് പ്രൂൺ ചെയ്യെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ അത് നിങ്ങളാണല്ലോ എൻ്റെ ശക്തി. അപ്പം ഞാൻ എന്താക്കിയെന്നറിയാം, എല്ലായിട്ട് പ്രൂൺ ചെയ്ത്. ഇപ്പം എനിക്ക് നോക്കാൻ കഴിയുന്നില്ല. ഒരു പൂവ് അപ്പം ഉള്ളത് നോക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് എന്താ ചെയ്ത് കാണിച്ചു തരാം. കുപ്പി ഹോൾസ് ഉണ്ടാക്കി, ഇതിലാണ് പിന്നെ പൂവുള്ള ആ കട്ട് ചെയ്തതിനേക്കാൾ ഹോൾസ് ഉണ്ടാക്കി നിറച്ചം കുത്തി. അപ്പുറമൊക്കെ ഉണ്ട്. ഒന്നും കൂടി ആളായിട്ട് ഇതിപ്പോൾ തണലത്ത് വെച്ചത്, ഒന്നും കൂടി ആളാട്ടെ, എന്നിട്ട് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് കേട്ടോ. ഇനി വേറെയും കാണിച്ചു തരാം. ഇതൊക്കെ ഇന്ന് വെട്ടിയാ നോക്ക്, വെട്ടിയിട്ട് പൂവ് ഇഷ്ടം പോലെ. വേറെതാ എല്ലാം മാറ്റി. ഞാൻ വിചാരിച്ചു നിറച്ചും കൊടുക്കാന്ന്. ഇപ്പം ചീവിടിൻ്റെ ഒച്ച കേട്ടോ. ഇത് എൻ്റെ വെർട്ടിക്കലാണ്. ഈ വെർട്ടിക്കൽ ഞാൻ എന്താ മേരിഗോൾഡ് കണ്ടോ, ഈ ഒരു ചെറിയത് ഇങ്ങോട്ട് നിറച്ചുണ്ടാവും. അത് ഞാൻ ചെയ്ത് എന്താ അറിയോ, പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് ഇവിടെ തന്നെ കുത്തി കൊടുക്കുക. ഒക്കെ തെളിഞ്ഞ് കണ്ടോ, എല്ലാം തെളിഞ്ഞ് ഉഷാറായി. അപ്പോൾ ഞാൻ നിറയെ പൂവുണ്ടാകുന്ന സമയമാണേ ഉള്ളൂ. അതുകൊണ്ട് അത് വെർട്ടിക്കൽ നോക്ക്, കുത്തി കൊടുത്ത് ഇത്ര പെട്ടെന്ന് ആ വേര് വന്നതെന്നറിയോ. ആരോ പറഞ്ഞിട്ട് എൻ്റെ ഇത് വേര് വരുന്നില്ല, എന്തൊക്കെ വേര് വന്ന് എൻ്റെ ഇടയിൽ കള ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ പറിക്കുക. കാണുമ്പോൾ തന്നെ എല്ലാം അങ്ങ് പറിച്ചിച്ച് അതൊക്കെ വേര് വന്ന്. ഇതെൻ്റെ വെർട്ടിക്കൽ ബാൾസം കണ്ടോ, ഒക്കെ പൂ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ എൻ്റെ 10 മണി. ഇതൊക്കെ ഞാൻ നടുന്ന രീതി ഞാൻ കാണിച്ചു തന്നില്ലേ. ഇത് എൻ്റെ ബോഗൺവില്ല തീർന്നു തന്നെ പറയാം. ഇനി നിങ്ങളൊരാഴ്ചയും കൂടെ കാണുമോ സംശയമാണ്. ബാക്കിയെല്ലാം തീർന്ന്, കാരണം അത് ജൂലൈ ലാസ്റ്റ് ആയിരുന്നു. നിൽക്കൂരല്ലോ, ഓപ്പനല്ലേ. അപ്പം ഇതെങ്ങനെ ഞാൻ നട്ടുപിടിപ്പിച്ചെന്നുള്ള അതും കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ലെയറിങ് ചെയ്ത് ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ ലെയറിങ് ചെയ്ത് വെച്ചത്. ഇനി 2 ഇത് വന്നു, ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്യും. കുറച്ച് കഴിയട്ടെ, വേരിങ്ങോട്ട് നിങ്ങളെ കാണിക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഇനി ഞാൻ അല്ലാണ്ട് തനിയെ ഒന്നും വേണ്ട, മണ്ണിൽ കുത്തി വെച്ച് ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഇങ്ങനെ ഒരു കമ്പ് ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്ത്, ഇത് വേഗം കിട്ടും. പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇലയൊന്നും നമുക്ക് വേണ്ട. എങ്ങനെയാണ് ഞാൻ ബോഗൺവില്ല പിടിപ്പിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്ന. നിങ്ങളാരും കുറേ പേര് തളിര് വരുന്നില്ല, വേര് വരുന്നില്ല പറഞ്ഞ് എത്രയോ പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. കണ്ടോ, ഇനി ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരാഴ്ച 10 ദിവസമായിട്ട് ഉണ്ടാവുള്ളൂ തോന്നുന്നു. ഞാൻ നിറയെ പലതര കളറിൽ കുത്തി വെച്ച് ഞാൻ നോക്കുമ്പോൾ തളിര് വന്നു. ഇവിടെ തളിര് വന്നു, ഇവിടെ വന്നു, ഇവിടെയൊക്കെ ചെറിയതൊക്കെ ഞാൻ കാണൂല. ഇത് വന്ന് എന്നിട്ട് ഞാനിതെങ്ങനെ വെച്ചെന്നറിയാം. ഇങ്ങനെ കുത്തി കൊടുത്തു, ഒന്നും ചെയ്തില്ല. ഞാൻ ഈ കമ്പില്ലേ ഇങ്ങനെ കുത്തി കൊടുത്ത്. പിന്നെ വേറൊന്നുണ്ട്, വെയിലുള്ളിക്കൂര കേട്ടോ. ഇതൊക്കെ എൻ്റെ ICU എടുത്തുകൊണ്ട് വരും ഞങ്ങളെ കാണിക്കാൻ. ഇത് വെയിലുള്ളിക്കൂര. ഇപ്പോൾ തന്നെ അടുത്ത തിരിച്ചെന്നെ കൊണ്ടുപോയി വെക്കൂ.
അങ്ങനെ നിറച്ച് വേര് വന്നാൽ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് മണ്ണൊക്കെ കുടഞ്ഞിട്ട് ഒരു പോട്ടിലോ ഹാങ് ചെയ്യലോ പലതും ചെയ്യാലോ. അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പം ഞാനെങ്ങനെയാണ് എൻ്റെ മുറ്റത്ത് ഇത്രയും പൂക്കൾ ഉണ്ടായെന്നുള്ളതിൻ്റെ ആ രഹസ്യം തന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നത്. ആ തെറ്റ് ചെയ്യാണ്ട് ഈ ഒരു തെറ്റുകൾ ചെയ്താലുണ്ട് നട്ട് കഴിഞ്ഞ് വെളുത്ത് വെക്കൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ബോഗൺവില്ല കാണിച്ചു, ഡെയ്സി കാണിച്ചു, ബാൾസം കാണിച്ചു, പിന്നെന്തേതാ കാണിക്കുക, ഡെയ്സിയും പിന്നെ മേരിഗോൾഡ് കാണിച്ചു, പിന്നെ എൻ്റെ 10 മണിയും കാണിച്ചു. ഇനി അടുത്തത് എൻ്റെ ജെറേനിയ കാണിച്ചു. എൻ്റെ ഐസ്യു ഇങ്ങനെ കാണണ്ടേ, ഇതൊക്കെ എൻ്റെ ഐസ്യുയാ. ഒക്കെ തളിര് വന്ന് ഇതിനൊക്കെ വന്ന് ഇതിനെല്ലാം തളിര് വന്നതാ ഇവിടെ വന്നു. ഇവിടെ നിങ്ങൾ അങ്ങോളം നോക്കി എൻ്റെ ഐസ്യുവിൽ ഞാൻ പിടിപ്പിച്ചത് ഇതൊക്കെ ഞാൻ പിടിപ്പിച്ചതാ. ഇതൊക്കെ ഓരോന്ന് പിടിപ്പിച്ചതാ. ചീവീടിൻ്റെ കരച്ചിലോട് നിങ്ങൾ കേൾക്കുമെന്നറിയില്ല. ഞാനിത് ഇത് ചെയ്തതാ. ആയി വരുന്നേ ഉള്ളൂ, തെളിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ചുണ്ടച്ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തിയതാ. വഴുതിനയും തക്കാളി ഇതൊക്കെ കുറച്ച് ദിവസമായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതെല്ലാം നോക്ക്, ഇതെൻ്റെ ഐസ്യുയാ. ഈ ചുണ്ടച്ചെടിയൊക്കെ ഞാൻ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ, ഓരോന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഇത് എന്തെങ്കിലും ചെയ്യണം, വെവ്വേറെ നട്ടതാ അങ്ങോളുണ്ട്. ഇനി എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെറേനിയയിൽ നിറയെ മുട്ട. ഏതാ വെട്ടേണ്ടതെന്ന് എനിക്ക് തിരിയാം. ഇത് തണ്ട് പൊട്ടിച്ചിട്ടുണ്ടാകുന്ന ചെടിയായത്. ഞാൻ ഇതുവരെ ഞങ്ങളെ കാണിച്ച മുഴുവനും തണ്ട് പൊട്ടിച്ചിട്ടുണ്ടാകുന്ന കേട്ടോ. പിന്നെ മേരിഗോൾഡൊക്കെ വിത്ത് പായ്ക്കാൻ നല്ലോണം ഉണ്ടാവും, പക്ഷേ തണ്ട് പൊട്ടിക്കാൻ പെട്ടെന്ന് പൂക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ തണ്ട് പൊട്ടിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. തണ്ട് പൊട്ടിച്ചാൽ വേറൊരു ഗുണമുണ്ട്, ഇതിൽ ചുറ്റും ശാഖകളുണ്ടാവും. ശാഖകൾ ഉണ്ടായാൽ നിറയെ എന്തുണ്ടാവും എന്നറിയോ, പിന്നെ മുട്ട് വരും. ഞാനിങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഈ ഒരു പീസ് മതിയിട്ട് നമുക്ക്, ഈ ഒരു പീസ് മതി, താഴെയില വേണ്ട. ഇനി ഞാനിത് മണ്ണിൽ കുത്തി വെക്കുക കേട്ടോ. തണലിൽ കുത്തി വെച്ചു. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേര് വരും. അങ്ങനെ വേര് വന്നതാണ് ഞാൻ ഇത് നട്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഇപ്പം നട്ടത്. ഇങ്ങനെ നട്ട് ഐസിയുയിൽ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് നിറയെ വേര് വന്നു. അത് ഞാൻ കൊണ്ടുവന്ന് ഇന്ന് ഞാൻ പോട്ടി മിക്സൊക്കെ നിറച്ച് ഇതിലേക്ക് നട്ടു കേട്ടോ. ഞാൻ മെല്ലെ കാണിച്ചു തരാം. ഇവരെ നമ്മൾ ആക്രമിക്കുന്നത് ശരിയില്ല, പേടിയാ. ഞാൻ ഇന്ന് നട്ടതാ മക്കളെ. ഇത് ഇന്ന് നിറയെ വേര് വന്ന് കണ്ടോ, നിറയെ വേര് വന്ന് ഈ ഒരു കുഞ്ഞു ചെടിക്ക് കുഞ്ഞു മൊട്ടും വരുന്നുണ്ട്. ചോന ഇതൊന്നും ആവാണ്ടൊക്കട്ടെ, ഞങ്ങളെ കാണിച്ചു തന്നതാ, നിങ്ങൾക്കൊന്ന് ബോധ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഈ ജെറേനിയത്തിൻ്റെ ചോദിക്കാത്തവരില്ല, അതിൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട്. അങ്ങനെതാ ഇതും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ, ഞാൻ എങ്ങനെയാണ് ചെടി പുതിയ ചെടികൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ, എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം നിങ്ങളെ സംശയങ്ങൾ ഞാൻ പുതിയതായി സംശയം തീർത്ത് തന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.